നമസ്കാരം സുഹൃത്തുക്കളെ. രാജ്യം ശരിക്കും ഞെട്ടേണ്ടതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് 2008 കാലഘട്ടത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി എന്ന വ്യക്തി ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തിയത്. അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിലാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയത്. 2008 നവംബറിൽ പാകിസ്ഥാൻ ഭീകരവാദികൾ ഇവിടെ നുഴഞ്ഞു കയറി നമ്മുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ നടത്തിയ ആ ഭീകരാക്രമണം അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ചില ആളുകളുടെ കൂടി അനുഭവത്തോടെ പാകിസ്ഥാൻ ISIയുമായി നടത്തിയ മാച്ച് ഫിക്സിംഗ് ആയിരുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷേ സംഘപരിവാർ കൂട്ടരെ അല്ലെങ്കിൽ അവരുടെ അനുകൂലികളെ ഒന്നും അത് വലിയ രീതിയിൽ ഞെട്ടിക്കാൻ സാധ്യതയില്ല. കാരണം ആ സമയം മുതലേ അവർക്കൊക്കെ നല്ല സംശയവും കുറേ കഴിഞ്ഞപ്പോൾ അത് ഉറപ്പിക്കുകയും ചെയ്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം പുറത്തു വിട്ടിരിക്കുന്നത്. പക്ഷേ അത് വലിയ രീതിയിൽ രാജ്യം ചർച്ച ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ചും കേരളം പോലുള്ള സ്ഥലങ്ങളിൽ. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും അത് അങ്ങനെ വലിയ രീതിയിൽ വാർത്തയാക്കുന്നില്ല. ഞാൻ മറ്റൊരു ഭീകരാക്രമണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോകാം. മറ്റൊന്നുമല്ല, ഈ അടുത്ത കാലത്ത്, അതായത് കഴിഞ്ഞ 2025 കഴിഞ്ഞ വർഷം പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണം നമുക്കെല്ലാവർക്കും അറിയാം. വളരെ പ്രകടമായിട്ട് തന്നെ അവർ ഇവിടെ കടന്നു കയറി കൊല്ലേണ്ടവരുടെ വസ്ത്രം അഴിപ്പിച്ച് അവർ മുസ്ലിമല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അവർ നമ്മുടെ ആളുകളെ വെടിവെച്ച് കൊന്നത്. അപ്പോൾ ഈ ഏറ്റവും അടുത്ത കാലത്തായിട്ട് അവർ നടത്തിയ ഭീകരാക്രമണത്തിൽ പോലും അവരൊരു വേഷം കെട്ടൽ നടത്തിയിരുന്നില്ല. അതായത് വന്ന് കയറി ഇങ്ങനെ ചെയ്യുന്നവർ ഹിന്ദുക്കളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി യാതൊന്നും അവർ ചെയ്തില്ല. ഭീകരവാദികൾ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യുന്നവരല്ല. അവർക്കൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, പരമാവധി ഇന്ത്യക്കാരെ കൊല്ലുക, അതിൽ തന്നെ മുസ്ലിം അല്ലാത്ത അമുസ്ലിങ്ങളായവരെ കൊല്ലുക എന്നതാണ്. അതിനിടയ്ക്ക് ഹിന്ദു ആണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യെ രാഗി കെട്ടുക, വ്യാജ ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കുക, അത്തരം പരിപാടിയൊന്നും അതിനു മുമ്പ് ചെയ്തിട്ടേ ഇല്ല, ഇപ്പോഴും അവർ ചെയ്യുന്നില്ല. പക്ഷേ മുംബൈ ഭീകരാക്രമണ സമയത്ത് ആദ്യം പുറത്തു വന്ന വാർത്തകൾ എന്തായിരുന്നു? കയ്യിൽ ചരട് കെട്ടിയ ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ പേരിലുള്ള ഐഡൻറ്റി കാർഡുകൾ അടങ്ങിയവരായിരുന്നു ആ ഭീകരാക്രമണം ചെയ്ത 9 പേരും. 10ാമത്തെ ഒരുത്തനെ കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം, ജീവനോടെ കയ്യിൽ കിട്ടിക്കൊണ്ട് മാത്രം അതിൻ്റെ സത്യമെല്ലാം നമ്മൾ അറിഞ്ഞു. അജ്മൽ കസബ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ കസ്റ്റഡിയിൽ കിട്ടിയ ഒരാളെ, അതായത് തുക്കാറാം മംബ്ലെ എന്ന് പറഞ്ഞ ഒരു ധീരനായ പോലീസുകാരനുള്ളതുകൊണ്ട് മാത്രം നമുക്ക് ആ വ്യക്തിയെ ജീവനോട് കിട്ടുന്നു. പിന്നീട് അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ 10 പേരും പാകിസ്ഥാൻകാരായിരുന്നു, അവരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു എന്ന സത്യം അറിഞ്ഞത്. ഇവനെ ജീവനോടെ കിട്ടിയില്ലായിരുന്നു എങ്കിൽ അതിനു മുമ്പേ തന്നെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ ആളുകൾ അതിനു മുമ്പേ തന്നെ ഉണ്ടാക്കിയ തിരക്കഥ അനുസരിച്ച് ഇത് ഹിന്ദു തീവ്രവാദം എന്ന ലേബലിലേക്ക് അവർ കൊണ്ട് കെട്ടുമായിരുന്നു. അതിനുള്ള എല്ലാ സംഗതികളും അതിന് മുമ്പ് തന്നെ അവർ ഒരുക്കി വെച്ചിരുന്നു. മാലേഗാവ് സ്ഫോടനവും അതേപോലെ തന്നെ സംജോത എക്സ്പ്രസ്സിലെ സ്ഫോടനങ്ങളിലെല്ലാം അറസ്റ്റ് ചെയ്തത് ഹിന്ദു നാമധാരികളെ തന്നെ തെരഞ്ഞുപിടിച്ചായിരുന്നു. കേണൽ പുരോഹിതനെ പോലുള്ള ഒരു ഹിന്ദു സന്യാസിനിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെയൊക്കെ കോടതി വെറുതെ വിട്ടു എന്ന് ഓർക്കണം. അപ്പോൾ അതിനുള്ള തിരക്കഥ ഒരുക്കലിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചില സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കേസുകളിലൊക്കെ കൃത്യമായിട്ടും ഹിന്ദു നാമധാരികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം വലിയ തിരക്കഥയുടെ ക്ലൈമാക്സ് എന്ന പോലെ തന്നെ ഈ മുംബൈ അറ്റാക്കിൽ ഇങ്ങനെ വരുത്തി തീർക്കാനായിരുന്നു അവരത് ചെയ്തത്. പക്ഷേ അവരുടെ നിർഭാഗ്യവശാൽ, നമ്മുടെ ഭാഗ്യവശാൽ ഒരുത്തരം നമുക്ക് ജീവനോടെ കിട്ടി. അതുകൊണ്ട് മാത്രം ആ സത്യം ലോകമറിഞ്ഞു. പിന്നീട് തഹാവുൾ റാണേനെയും ഈ ഡേവിഡ് കോൾമാൻ ഹെഗ്ലി എന്ന മതം മാറി വന്ന മുസ്ലിമിനെയൊക്കെ പിടിക്കുകയും അമേരിക്ക അടക്കമുള്ളവർ അവരെ ചോദ്യം ചെയ്യുകയും ഇപ്പോഴും അതിലൊരാൾ അമേരിക്കൻ ജയിലിൽ കഴിയുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായിട്ടും അറിയാം ഇതെല്ലാം നടത്തിയത് പാകിസ്ഥാനാണെന്ന്. പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പ്രച്ഛന്ന വേഷം ചെയ്ത് അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ അവർ ഇവിടെ ചെയ്തു. അതും 2008. 2025 പഹൽഗാമിൽ പോലും അവരങ്ങനെ ചെയ്തില്ല. അവർ കൃത്യമായിട്ടും മതം നോക്കി തന്നെയാണ് ചെയ്തത്. അവർ 2008 അങ്ങനെ ചെയ്യുമോ? അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ കൂടി പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ സത്യമാണ് RVS മണി ഇപ്പോൾ വിളിച്ചു പറയുന്നത്. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ട് അവരങ്ങനെ ഒരു തിരക്കഥ ഒരുക്കിയെന്ന്. അന്ന് ഭരിക്കുന്നവർക്ക് ആവശ്യമായിരുന്നു ഈ ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദമുണ്ടോ എന്ന് വരുത്തി തീർക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അവരൊരു പുസ്തകം പോലും രചിച്ച് വെച്ചിരുന്നു. പിന്നീട് അത്തരമൊരു വാക്ക് പോലും അവർ പറയുകയുണ്ടായി. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാക്ക് ഇന്ത്യക്കാർ മാത്രമല്ല ലോകം തന്നെ കേൾക്കുന്നത്. അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിരുന്നു. പക്ഷേ ആ തിരക്കഥയെല്ലാം ഒറ്റയടിക്ക് ചീറ്റിപ്പോയി. ഇന്നിപ്പോൾ RVS മണി എന്ന് പറഞ്ഞ ഈ മുൻ ആഭ്യന്തര അണ്ടർ സെക്രട്ടറി തുറന്നു പറയുമ്പോൾ അതുകൊണ്ട് തന്നെ സത്യം അറിയാവുന്നവർക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ശരിക്കും കോൺഗ്രസിനെ അടിക്കാനുള്ള ഒരു വലിയ വടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് വേണ്ട രീതിയിൽ ഇവിടുത്തെ സംഘപരിവാറുകാർ, BJPക്കാർ, ഭരിക്കുന്നവരൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഓർക്കുക. മറിച്ച് സംഘപരിവാറിനെ അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതുപോലെ ഒരു ആരോപണം വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ രാജ്യം മുഴുവൻ അത് മാത്രമായിരുന്നു എന്നെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടും എല്ലാവർക്കും അറിയാവുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയായിട്ടും അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്ത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ സംഘപരിവാറുകാരോ ഇവിടുത്തെ BJP നേതാക്കളോ ശ്രമിക്കുന്നില്ല എന്നത് ഈ കഴിഞ്ഞ 1-2 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എൻ്റെ തന്നെ മറ്റ് വീഡിയോകളുടെ താഴെ എന്തുകൊണ്ട് ഈ വിഷയം എടുക്കുന്നില്ല എന്ന് പലരും കമൻ്റ് ഇട്ടിരുന്നു. പക്ഷേ ഞാൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിങ്ങനൊരു തിരക്കഥയുണ്ട് എന്ന തരത്തിൽ പല ചാനലുകളിലും ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ചാനലുകളിലൊക്കെ ഇത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചത് കൊണ്ട്
ഇന്ത്യ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന തരത്തിൽ ഞാൻ മുമ്പ് പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം അയാളെ കൂടി ജീവനോട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവർ ഒരുക്കി വെച്ചിരുന്ന തിരക്കഥ അനുസരിച്ച് തന്നെ ഇത് RSS ചെയ്തതാണ്, സംഘപരിവാർ ചെയ്തതാണ് എന്ന തരത്തിലേക്ക് അവർ കൊണ്ടെത്തിക്കുമായിരുന്നു. പിന്നീട് ഈ രാജ്യം ഒരിക്കലും നമുക്ക് പഴയ പോലെ കാണാൻ പറ്റാത്ത തരത്തിൽ ഈ രാജ്യം നശിച്ചു പോകുമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ഭാഗ്യവശാൽ ഈ അജ്മൽ കസബിനെ ജീവനോടെ കിട്ടി. അവൻ തന്നെ പിന്നീട് കോടതിയിലും മറ്റുമൊക്കെ കുമ്പസാരിക്കുകയുണ്ടായി. ഇവിടുത്തെ നിയമത്തിനനുസൃതമായിട്ട് തന്നെയാണ് എല്ലാ വിചാരണയും നടത്തി തന്നെയാണ് അയാളെ തൂക്കുമരം വിധിക്കുകയും അയാളെ ഒടുവിൽ തൂക്കിക്കൊല്ലുകയും ചെയ്ത്. അങ്ങനെ അയാളെ തൂക്കിക്കൊന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ മയ്യത്ത് നിസ്കാരം നടത്തി. ഒന്ന് ഓർത്ത് നോക്കുക. ഹിന്ദു നാമധാരിയാണ് അയാൾ. വ്യാജമായിട്ട് ഒരു ഐഡൻറ്റി കാർഡൊക്കെ ഉണ്ടാക്കി കയ്യിൽ രാഖി വരെ കെട്ടി അങ്ങനെ ആക്കിയാണ് ഇങ്ങോട്ടേക്ക് കടത്തി വിട്ടത്. ആ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിന് കേരളത്തിൽ മയ്യത്ത് നിസ്കാരം നടത്തണം? അപ്പോൾ കേരളത്തിലുള്ള ചില ആളുകൾക്കറിയാം അയാൾ കൃത്യമായിട്ട് മുസ്ലിം തന്നെയാണ്, അയാളുടെ കൂടെ ഉള്ളൊരു മുസ്ലിം തന്നെയാണ്. എന്നിട്ടും അവരെ ഈ വേഷം കെട്ടിച്ച്, അവരെ സംബന്ധിച്ചിടത്തോളം സിർക്കാണ് ഈ മറ്റൊരു മതസ്ഥൻ്റെ രാഖി കെട്ടുകയോ അല്ലെങ്കിൽ പേരിടുകയോ ഒക്കെ ചെയ്യുന്നത് സിർക്കിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. എന്നിട്ടും അവരങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എങ്കിൽ എത്ര വലിയ ഗൂഢാലോചനയായിരുന്നു പിന്നിലുണ്ടായിരുന്നത്. അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെയും പങ്കുണ്ടായിരുന്നു എന്ന സത്യമാണ് RVS മണി വിളിച്ചു പറഞ്ഞത്. ഈ ഏറ്റവും അടുത്ത് നടത്തിയ ഭീകരാക്രമണത്തിൽ പോലും അവർ ഈ മറ്റു കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. കൃത്യമായിട്ടും അമുസ്ലിങ്ങളെ തന്നെ തെരഞ്ഞു പിടിച്ച് കൊന്നിട്ട് പോയ പാകിസ്ഥാൻകാരാണ് 2008 1.5 പതിറ്റാണ്ടിന് മുമ്പ് ഈ പ്രച്ഛന്ന വേഷം കെട്ടി ഇവിടെ വന്നിട്ട് ഈ അഭ്യാസമെല്ലാം കാണിച്ചിട്ട് മരിച്ചു പോയത് എന്ന് ഓർക്കണം. അന്ന് ഏതാണ്ട് 8 മണിക്കൂറിന് ശേഷമാണ് ഈ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 8 മണിക്കൂറിന് ശേഷമാണ് ഇവിടെ കമാൻഡോ ഓപ്പറേഷൻ പോലും ഉത്തരവ് കൊടുത്തത് എന്ന് ഓർക്കണം. ആ കമാൻഡോ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ ചില മാധ്യമങ്ങൾ. അത് പാകിസ്ഥാനിലിരുന്ന് ഇതിനെ പറഞ്ഞു വിട്ടവർ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ അതിനനുസരിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ഭരണകൂടം വിചാരിച്ചാൽ, രാജ്യം ഭരിക്കുന്നവർ വിചാരിച്ചാൽ ആ മാധ്യമങ്ങളെ അവിടെ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കാനും പറ്റുമായിരുന്നു എന്നിരിക്കെ അതുപോലും എന്നവർ ചെയ്തിട്ടില്ല എന്നോർക്കണം. എത്ര വലിയ ദുരന്തത്തിൽ നിന്നും ഗൂഢാലോചനയിൽ നിന്നാണ് ഇന്ത്യ അന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് എന്നോർക്കുക. അജ്മൽ കസബ് എന്ന് പറഞ്ഞ ആ പാകിസ്ഥാൻ ഭീകരവാദിയെ കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം, ജീവനോടെ കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിലോ